وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അങ്ങേയറ്റം ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരീക്ഷയൊക്കെ കഴിഞ്ഞ് അവധിക്കാലത്തിന് അവസരമൊരുങ്ങുന്ന, അത് ഉപയോഗപ്പെടുത്തി നേരത്തെ തന്നെ പള്ളിയിലെത്തിയ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അള്ളാഹുവിൻ്റെ ആജ്ഞകളും കൽപ്പനകളും പരമാവധി അനുസരിച്ചും അള്ളാഹുവിനെ ഭയപ്പെട്ടും പ്രവാചകനെ സ്നേഹിച്ചും പിൻപറ്റിയും മാതാപിതാക്കളുടെ തൃപ്തി നേടി ജീവിച്ചും കുടുംബത്തെ തണലായി മനസ്സിലാക്കിയുമൊക്കെ മുത്തഖിയായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ധാരാളം ആളുകൾ മാനസിക പ്രയാസമുള്ളവരും ആരോഗ്യ പ്രശ്നമുള്ളവരും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ശമനവും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട്. നമ്മളേറെ പ്രിയപ്പെട്ടവർ, കൂട്ടുകാർ, സുഹൃത്തുക്കൾ, മാതാക്കൾ. അള്ളാഹു മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാൻ കഴിയില്ല. കാരണം പ്രവാചകന്റെ കാലത്താണെങ്കിൽ അതിന് അവസരം ഉണ്ടായിരുന്നു. പിന്നീട് പണ്ഡിതന്മാരൊക്കെ ഇടപെട്ടുകൊണ്ടാണ് മിമ്പറിലെ ചില ചോദ്യങ്ങൾക്ക് അത്തരത്തിൽ പൊതുസമൂഹത്തോട് ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്യുന്ന രീതി പിന്നെ അത് വേണ്ട എന്ന് വെച്ചത്. ഉത്തരം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. ചോദ്യം ചോദിക്കുന്നത് മക്കളോടാണ്. മക്കളെന്ന് പറയുമ്പോൾ 1 മുതൽ 12 വയസ്സ് വരെയുള്ള ബാലികമാരോടാണ്. 13 മുതൽ 20 വയസ്സ് വരെയുള്ള കൗമാരക്കാരോടും കൂടിയാണ് ചോദ്യം ചോദിക്കുന്നത്. 21 മുതൽ 45 വയസ്സ് വരെയുള്ള യുവാക്കളോടും ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട്. 46 മുതൽ 60 വയസ്സ് വരെയുള്ള മധ്യവയസ്കരായ മക്കളോടും എനിക്ക് ഈ ചോദ്യമുണ്ട്. 61 മുതൽ 80 അതിൻ്റെ അപ്പുറവും വയസ്സുള്ള വാർദ്ധക്യം ബാധിച്ച പോലെ തോന്നുന്നില്ലെങ്കിലും വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന മക്കളോടും എനിക്ക് ചോദ്യമുണ്ട്. ഒരർത്ഥത്തിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഞാനടക്കമുള്ള എല്ലാവരും മക്കളാണ്, മാതാപിതാക്കളുടെ മക്കളാണ്. ആദം നബി അലൈഹിസ്സലാമും ഹവ്വ ബീവിയും അല്ലാത്ത ലോകത്ത് വന്നിട്ടുള്ള മുഴുവൻ മനുഷ്യരും മാതാപിതാക്കളുടെ മക്കളാണ്. ചോദ്യം ഇതാണ്: ദുനിയാവിലെ സ്വർഗം ഏതാണെന്നറിയാമോ? എൻ്റെ മുഖദ്ദിമ ശ്രദ്ധിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും.
രണ്ട് സ്വർഗമാണ് ദുനിയാവിലുള്ളത്. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. ഏതാ രണ്ട് സ്വർഗം? ഒന്നാമത്തെ സ്വർഗം മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, അറിവിന്റെ സദസ്സാണ്. ഖുർആൻ ക്ലാസിന്റെ സദസ്സ്, പൊതു ക്ലാസിന്റെ സദസ്സ്. നമുക്ക് ഇരിക്കാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല. മിമ്പറിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സദസ്സ്, അത് അറിവിന്റെ സദസ്സാണ്, സ്വർഗമാണ്. ശരിക്കും ഇവിടെ തല്ലുണ്ടാവേണ്ടതായിരുന്നു ആദ്യം വരുന്ന വിഷയത്തിൽ. കാരണം അത് മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്. നമുക്കങ്ങനെ ദുന്യാവിലെ സ്വർഗം കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ ദുന്യാവിനെ തന്നെ സ്വർഗമാക്കിയവരാണ്. ഒന്നാമത്തത് ദുന്യാവിലെ സ്വർഗം എന്ന് പറയുന്നത് അറിവിന്റെ സദസ്സാണ്, അള്ളാഹിനെ കുറിച്ച് പറയുന്ന സദസ്സ്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും മനോഹരമായ സ്വർഗത്തിന്റെ സദസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, ആമീൻ. രണ്ടാമത്തത് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളുടെ കാലിന്റെ ചോട്ടിലെ സ്വർഗമാണ്. മാതാപിതാക്കളുടെ കാലിന്റെ ചോട്ടിലെ സ്വർഗം. നമ്മളൊക്കെ മക്കളാണ്, നമുക്കൊക്കെ മാതാപിതാക്കളുണ്ട്. നമ്മളിൽ ചിലർ തന്നെ മാതാപിതാക്കളാണ്. നമ്മളിൽ ചിലർ ഇപ്പോൾ മാതാപിതാക്കളാകാൻ ആഗ്രഹിക്കുന്നവരാണ്. മാതാപിതാക്കളുടെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. സഅദ് ഇബ്നു അബീ ബുർദ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഉപ്പ പറയുന്നത് കേട്ട ഒരു സംഭവം മസ്ജിദുൽ ഹറാമിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. യമനിലുള്ള ഒരാൾ തൻ്റെ മാതാവിനെ, വാർദ്ധക്യ സഹജമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഉമ്മയെ തോളിൽ കിടത്തിക്കൊണ്ട് കഅബ തവാഫ് ചെയ്യുകയാണ്. തോളിലിട്ടുകൊണ്ട് ഉമ്മയെ കൊണ്ട് തവാഫ് ചെയ്യാൻ. അപ്പൊ ആ സംഭവം കാണുന്നുണ്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹം 7 തവാഫൊക്കെ കഴിഞ്ഞിട്ട് ഇബ്നു ഉമറിന്റെ അടുത്ത് വന്നിട്ട് വളരെ കൗതുകത്തോടു കൂടി അദ്ദേഹം അത് കാണുകയാണ്. ഈ മനുഷ്യൻ അതിന്റെ ഉമ്മാനെ എപ്പോഴേലും വെക്കുന്നുണ്ടോ? ക്ഷീണം കാരണം അദ്ദേഹം നിൽക്കുന്നുണ്ടോ? ഒന്നുമില്ല. തന്റെ ജീവനായ മാതാവിനെ തോളിൽ കിടത്തി നിലത്ത് വെക്കാതെ കഅബ തവാഫ് ചെയ്ത് അത് പൂർത്തിയാക്കി അദ്ദേഹം നേരെ ഇബ്നു ഉമറിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, എൻ്റെ ഉമ്മനെ ഒരുപാട് കഷ്ടപ്പെട്ടാ വളർത്തിയത്, ഒരുപാട് സേവനം ചെയ്ത എൻ്റെ ഉമ്മയാണ്, എൻ്റെ ജീവനാണ് എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാനിപ്പോ ഉംറ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മയെ തോളിലേറ്റി ഞാൻ ഈ കഅബ തവാഫ് ചെയ്താൽ എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട് എനിക്ക് തീരുമോ എന്ന് ഇബ്നു ഉമറിനോട് അദ്ദേഹം ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ഉമർ പറയുകയാണ്, ഇല്ല, നീ എത്ര കഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്താലും നീ ഇപ്പൊ ചെയ്ത ഈ കർമ്മം നിന്റെ ഉമ്മയുടെ നിനക്ക് വേണ്ടിയുള്ള ഒരു നെടുവീർപ്പിന് പോലും പകരമാവില്ല. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സ്വർഗം, ഓർത്തോളി. ഉദിമതിയ മുത്തു മുഹമ്മദ് തങ്ങളെ മൊഴി നിങ്ങൾ ഓർത്തോളി. അമ്മിഞ്ഞ പാലിൽ മധുരം ഇന്നു മറക്കാമോ? 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? പാട്ടുപാടിയതല്ല, പാട്ടിലെ വരികൾ ഓർമ്മപ്പെടുത്തിയതാണ്. വിശുദ്ധ ഖുർആനിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഞാൻ മുഖദ്ദമയിൽ ഓതി വെച്ചത്. മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് മുഖദ്ദമയിൽ ഓർമ്മപ്പെടുത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളൊക്കെ പഠിപ്പിച്ചെടുത്തും അതിന്റെ വിശദാംശങ്ങൾ ഖുർആനിലില്ല. അതിൽ ചൊല്ലുന്ന പ്രാർത്ഥനകൾ ഖുർആനിലില്ല. അതിന്റെ മറ്റ് രൂപങ്ങൾ ഖുർആനിലില്ല. പക്ഷെ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അല്ലാഹു പറയുന്നു. ഫഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബേ, എൻ്റെ മാതാപിതാക്കൾക്ക് 2 പേർക്കും നീ കരുണ ചെയ്യണമേ റബ്ബേ, നീ കരുണ ചെയ്യണമേ തമ്പുരാനെ. എങ്ങനെ? കമാ റബ്ബയാനി സഗീറ, എന്നെ അവർ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ. എങ്ങനെ കാരുണ്യം ചെയ്യണം എന്ന് പറയുന്നതിന് പകരം എൻ്റെ മാതാപിതാക്കൾ എന്നോട് കരുണ ചെയ്തതുപോലെ, എന്നെ ചേർത്ത് പിടിച്ചതുപോലെ, എന്നെ ഇഷ്ടപ്പെട്ടതുപോലെ, എന്നെ സ്നേഹിച്ചതുപോലെ, എൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചതുപോലെ കലവറയില്ലാത്ത കാരുണ്യം എൻ്റെ മാതാപിതാക്കൾക്ക് നീ നൽകണമേ എന്ന് മക്കളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് അല്ലാഹു.
അള്ളാഹു ആവശ്യപ്പെടുകയാണ്. ഇന്ന് നമ്മൾ ഒറ്റക്കാണ് ഭക്ഷണം കഴിക്കുന്നത്, ഒറ്റക്കാണ് വസ്ത്രം ധരിച്ചത്, ഒറ്റക്കാണ് വണ്ടിയൊക്കെ വിട്ട് ഇങ്ങോട്ട് വന്നത്, ഒറ്റക്കാണ് നടന്നു വന്നത്. പക്ഷേ ഇപ്പം നമ്മൾ വലിയ മനുഷ്യന്മാരാ, വലിയ ആൾക്കാരാണ്, എല്ലാം നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റും. ഓർത്തു നോക്കൂ, സ്വന്തമായി ഒന്നും കഴിയാത്ത, സ്വന്തമായി ഇരിക്കാൻ പറ്റാത്ത, സ്വന്തമായി എവിടെയെങ്കിലും വെച്ചാൽ നിൽക്കാൻ സാധിക്കാത്ത, വളരെ നിസ്സഹായതയുടെ, കഷ്ടപ്പാടിന്റെ, വേച്ചുവേക്കലിന്റെ പ്രയാസപ്പെട്ട ഒരു ഘട്ടം നമുക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, 80ഉം 90ഉം വയസ്സായ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അഭിമാന ബോധത്തോടുകൂടി, കരുത്തോടുകൂടി നമ്മൾ ഇന്ന് ജീവിക്കാൻ പ്രാപ്തരായിട്ടുണ്ടെങ്കിൽ, നമ്മളിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, നമ്മളിന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളിന്ന് നന്നായി കാശ് സമ്പാദിക്കുന്നുണ്ടെങ്കിൽ, അഭിമാന ബോധത്തോടെ ജീവിക്കാൻ പ്രാപ്തി നമുക്കുണ്ടെങ്കിൽ, അതിന്റെ പിന്നിൽ കണ്ണീരിന്റെ ചേർത്തുപിടിക്കലുണ്ട്, അതിന്റെ പിന്നിൽ സ്നേഹത്തിന്റെ നെടുവീർപ്പുകളുണ്ട്, അതിന്റെ പിന്നിൽ കാരുണ്യത്തിന്റെ തലോടലുകളുണ്ട്. ആ തലോടലിന്റെ, ആ ചേർത്തുപിടിക്കലിന്റെ, ആ പ്രയാസപ്പെട്ട ജീവിതത്തിന്റെ ത്യാഗത്തിന്റെ പേരാണ് ഉമ്മ, ഉപ്പ എന്ന് പറയുന്നത്. നമുക്കത് ഓർമ്മയില്ല, നമുക്കത് ഓർമ്മയില്ല. നമ്മുടെ കഥകൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും, നമ്മുടെ ജീവിതം കാണുമ്പോൾ അത് മനസ്സിലാകും. അകത്തിരിക്കുന്ന ഉമ്മ വേച്ച് വേച്ച് ചുമച്ച് മുച്ച് നമ്മുടെ ഹാളിലേക്ക് വരുമ്പോ ഉള്ളിൽ പോയിരുന്നാൽ പോരെ എന്ന് ഉറക്കെ പറയുന്ന മക്കൾക്കത് മനസ്സിലാവില്ല. ഉമ്മയെ ചേർത്ത് പിടിക്കാത്ത, ഉമ്മയെ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റിപ്പണിത മക്കൾക്കത് മനസ്സിലാവില്ല. അതുകൊണ്ടായിരിക്കും അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് നമ്മോട്, മാതാപിതാക്കളുടെ കാര്യത്തിൽ അള്ളാഹു മനുഷ്യരോട് വസിയത്ത് ചെയ്യുന്നു. മനുഷ്യരോട്, മക്കളോടല്ല, മനുഷ്യരോട് വസിയത്ത് ചെയ്യുന്നു. വളരെ കഷ്ടപ്പെട്ട്, വളരെ പ്രയാസപ്പെട്ട്, ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വളർത്തിയത്. 10 മാസം ഗർഭം ചുമന്ന നമ്മുടെ ഉമ്മ, പ്രാണൻ നഷ്ടപ്പെടുന്ന വേദന സഹിച്ച് നമുക്ക് ജന്മം നൽകി നമ്മുടെ ഉമ്മ, ഒരു പോറൽ പോലും ഏൽക്കാതെ മാറോട് ചേർത്ത് പിടിച്ചു നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും. ആരോഗ്യമുള്ള, നിറമുള്ള യൗവനം, ചുളിയാത്ത ശരീരം, ആരോഗ്യമുള്ള ജീവിതം വിയർപ്പ് തുള്ളിയാക്കി സമ്പാദിച്ച് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി കണ്ണ് നിറഞ്ഞ് നമ്മെ ജീവിപ്പിച്ചു നമ്മുടെ ഉപ്പ. എല്ലാം നമുക്ക് വേണ്ടി ചെലവഴിച്ചു നമ്മുടെ ഉപ്പ. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നിനു പുറകെ മറ്റൊന്നായി വന്നപ്പോഴും മക്കളെ അറിയിക്കാതെ, മക്കൾക്ക് പ്രയാസമില്ലാതെ, അവരുടെ ചിരിമായാതെ നമ്മെ ചേർത്ത് പിടിച്ചു നമ്മുടെ മാതാപിതാക്കൾ. അവർ ഉറക്കമൊഴിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഉണർന്നിരുന്നു. നമ്മൾ രോഗിയായ സമയത്ത്, അപകടം പറ്റിയ സമയത്ത് നമുക്ക് വേണ്ടി അവർ കാവലിരുന്നു. അവരുടെ വേവലാതിയും ആശങ്കയും അവർക്കൊന്നും ഒരു കാലത്തും ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നില്ല. അവരുടെ സന്തോഷവും ദുഃഖവും നമുക്ക് വേണ്ടി മാത്രമായിരുന്നു. അവരുടെ സ്വപ്നങ്ങൾ നമ്മളെക്കുറിച്ച് മാത്രമായിരുന്നു. അവർ അവരുടെ കാര്യമെങ്ങാനും നോക്കിയിരുന്നെങ്കിൽ, മക്കളെ ശ്രദ്ധിക്കാതെ അലസതയെ കാണിച്ചിരുന്നുവെങ്കിൽ നമ്മൾ വളരുകയുണ്ടായിരുന്നില്ല, നമ്മൾ സ്വപ്നങ്ങൾ നെയ്തെടുക്കുമായിരുന്നില്ല, നമ്മൾ വലിയ വലിയ സ്ഥാനത്തിലെത്തുമായിരുന്നില്ല, നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറമുണ്ടാകുമായിരുന്നില്ല. അവർ നമ്മെ വേണ്ടത്ര ശ്രദ്ധിച്ചത് കൊണ്ടാണ്, നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ ഇരിക്കുന്ന പ്രഭയും പ്രൗഢിയും നമുക്കുണ്ടായി തീർന്നത് എന്ന് നമ്മൾ മറക്കരുത്. മാതാപിതാക്കളെ കുറിച്ച് എല്ലാ സമയത്തും നമ്മൾ ഓർക്കണം. അങ്ങനെയാണ് അവർ ജീവിച്ചത്. എഴുത്തിന്റെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുഭവക്കുറിപ്പിൽ ഒരു സംഭവം ഉണ്ട്. മകൻ നാട് വിട്ടുപോയി. നാട് വിട്ടുപോയ മകനെ അമ്മ ശപിച്ചില്ല, ഉമ്മ ശപിച്ചില്ല. ഉപ്പയെ ഭയങ്കര പേടിയായിരുന്നു അത്ര ബഷീറിന്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് അദ്ദേഹം ഒരു വൈകുന്നേര സമയത്ത് ഉപ്പയുടെ കണ്ണിൽപ്പെടാതെ അദ്ദേഹം ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരികയാണ്. ആ സമയത്ത് തന്റെ ഉമ്മ വീടിന്റെ മുമ്പിലുള്ള ഒരു തൂണിൽ താടിയിൽ കൈ കൊടുത്തുകൊണ്ട് ദൂരേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. വന്നപാടെ ആ മോൻ വന്നോ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറ്റിയിരുത്തുന്നു. പെട്ടെന്ന് കുളിച്ചു വാ, നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. മകൻ ചോദിച്ചു, വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല, മൊബൈൽ ഫോണില്ല. മകൻ ചോദിച്ചു, ഞാൻ ഇന്ന് ഈ സമയത്ത് വരുമെന്ന് ഉമ്മയോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, നീ പോയ അന്ന് മുതൽ നിനക്ക് വേണ്ടി ഞാൻ എന്നും ഭക്ഷണം പാകം ചെയ്യും. നിന്റെ വരവ് കാത്തുകൊണ്ട് ഞാൻ പുറത്ത് കാത്തിരിക്കും. ഇന്ന് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്, അത് കഴിച്ചുകൊള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെയാണ് ഉമ്മമാർ, അങ്ങനെയാണ് ഉപ്പമാർ. മാതാപിതാക്കൾ അങ്ങനെ ജീവിച്ചവരാണ്, അങ്ങനെ ചിന്തിച്ചവരാണ്. നമുക്ക് വേണ്ടി നമ്മുടെ കൂട്ടത്തിലെ എല്ലാ മക്കളും, എല്ലാവരും മക്കളാണ്, എല്ലാവരെയും അങ്ങനെയാണ് നോക്കിയിട്ടുള്ളത്. ഉപ്പയും അങ്ങനെ തന്നെയാണ്. പല കുട്ടികൾക്കും ഉപ്പയോട് ദേഷ്യം. പല യോഗങ്ങളിലും കൗമാരക്കാര സംഗമങ്ങളിലൊക്കെ ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്, ഏറ്റവും വെറുപ്പുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞപ്പോ ഉമ്മയെ കുറിച്ച് പറഞ്ഞ കുട്ടികളുണ്ട്.
10% പോലും ഉപ്പ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ട്. ഉപ്പയോട് ദേഷ്യമുള്ള കുട്ടികൾ, ഉപ്പയുടെ വാശി ഇഷ്ടമില്ലാത്ത കുട്ടികൾ, ഉപ്പയുടെ ഉപദേശം ഇഷ്ടമില്ലാത്ത കുട്ടികൾ, ഉപ്പയുടെ നിർദ്ദേശങ്ങൾ, ഉപ്പയുടെ ചില നിയമ നടപടികൾ, ഉപ്പയുടെ തല്ല് ഇഷ്ടമില്ലാത്ത കുട്ടികൾ, അങ്ങനെ കുറെ ഇഷ്ടങ്ങളില്ലാത്തതിന്റെ പേരായി മാറുന്നു നമ്മുടെ ഉപ്പ. യഥാർത്ഥത്തിൽ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ നമ്മളടങ്ങുന്ന മക്കളുടെയും കുടുംബത്തിന്റെയും ഭാരം തോളിൽ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഓടി നടന്നവരാണ് ഉപ്പമാർ. പ്രീ KG മുതൽ അങ്ങ് ഉന്നത വിദ്യാഭ്യാസം വരെ മക്കൾക്ക് നൽകാൻ ആഗ്രഹിച്ച്, തനിക്ക് ലഭിക്കാത്തതൊക്കെ തന്റെ മക്കൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഹൃദയത്തിൽ പേറി ജീവിച്ചവരാണ് നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ. ഗർഭാവസ്ഥയിൽ കുട്ടിയെ പരിഗണിച്ച് ഉപ്പാക്ക് വേണ്ടി പ്രസവിച്ച് ഉമ്മ ഉപ്പയ്ക്ക് വേണ്ടി കുട്ടിയെ നൽകി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ ജീവിതത്തിന്റെ കൃത്യമായ അജണ്ടകൾ നിർണയിച്ച് ഓടി നടക്കുന്നത് അവന്റെ ഉപ്പയാണ്. ഉയിര് വിയർപ്പാക്കിയ ത്യാഗത്തിന്റെ ആൾ രൂപമാണ് ഉപ്പ. താൻ തോറ്റ ജീവിത മത്സരങ്ങളിൽ, ജീവിത യാഥാർത്ഥ്യങ്ങളിൽ തന്റെ മക്കൾ ജയിക്കണമെന്ന് വാശിയുള്ളതിന്റെ പേരാണ് ഉപ്പ. നമ്മെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവരാണ് ഉപ്പ, നമ്മെ പറക്കാൻ പഠിപ്പിച്ചവരാണ് ഉപ്പ. മഴയത്തും വെയിലത്തും അഭയം നൽകിയ സ്നേഹത്തിന്റെ അരയാൽ വൃക്ഷമാണ് നമ്മുടെ ഉപ്പ. ഉപ്പയെക്കുറിച്ച് അങ്ങനെ നമ്മൾ ഓർത്തിട്ടുണ്ടോ എന്നറിയില്ല. കുന്നോളം വാത്സല്യം ഉള്ളപ്പോഴും അത് വേണ്ടത്ര പ്രകടിപ്പിക്കാൻ കഴിയാതെ, ഒന്നുറക്കെ കരയാൻ പോലും പറ്റാതെ തല താഴ്ത്തിയിരിക്കുന്ന വിചിത്ര മനുഷ്യനാണ് ഉപ്പ. കണ്ണീർ പൊഴിക്കാൻ കഴിയാത്തവൻ, സ്വയം വെയിൽ കൊണ്ട് കുടുംബത്തിന് തണലേകിയ മഹാനാണ് ഉപ്പ. രാത്രികളെ പകലാക്കി മാറ്റിയ, ഇരുട്ടുകൾ വെളിച്ചമാക്കി മാറ്റിയ കഠിനാധ്വാനിയാണ് ഉപ്പ. മക്കളോടൊപ്പം പുഞ്ചിരിക്കും മീതെ കണ്ണീരിന്റെ മഴ പെയ്യാതിരിക്കാൻ ഇത്രയും നിവർന്ന് കുടയായി മാറിയ, ഒറ്റക്കൊരു കുടയായി മാറിയ മനുഷ്യനാണ് നമ്മുടെ ഉപ്പ. മക്കൾ റബ്ബിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങള്, ആഗ്രഹങ്ങള്, സ്വപ്നങ്ങള് അത് നിറവേറ്റി തരാൻ അള്ളാഹു തന്നെ ഏൽപ്പിച്ച നിഷ്കളങ്കവന്റെ പേരാണ് ഉപ്പ. നമ്മുടെ ഉപ്പയെക്കുറിച്ച് നന്മ മരമാണെന്ന് മനസ്സിലാക്കുന്ന, ഉപ്പ തണലാണെന്ന് വിചാരിക്കുന്ന മക്കളുടെ അഭാവമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. സ്വന്തമായി ജോലി ചെയ്ത് ഒരു കുടുംബത്തെ പോറ്റേണ്ട രംഗം വരുമ്പോഴാണ് എൻ്റെ ഉപ്പയുടെ കഠിനാധ്വാനം, അന്ന് ഉപ്പ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നത്. നമുക്ക് മക്കളുണ്ടാകുന്ന സമയത്താണ്. അത്രയും കാത്തിരിക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല. ഉപ്പയുടെ നെഞ്ചത്ത് കിടന്ന ചൂടിന്റെ ആ രസം അറിയണമെങ്കിൽ പിന്നീട് ഒറ്റയ്ക്ക് ഇങ്ങനെ കിടന്ന് ജീവിതഗന്ധിയായ യാഥാർത്ഥ്യങ്ങളുമായി ജീവിതം മുട്ടി നോക്കുമ്പോഴാണ് ഉപ്പ അന്ന് നൽകിയ തലോടലുകളും ഉപ്പ നൽകിയ ചേർത്ത് പിടിക്കലും നമുക്ക് ഓർമ്മയുണ്ടാകുന്നത്. ഉപ്പ പുറകിലുണ്ടെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ധൈര്യത്തെക്കാൾ വലിയൊരു ധൈര്യം ഒരു മോട്ടിവേഷൻ സ്പീക്കർക്കും തരാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങേയറ്റം സങ്കീർണമായ ഒരു പാലത്തിലൂടെ നടന്നു പോകുന്ന ഉപ്പയും മകനും തെന്നി വീഴാൻ സാധ്യതയുള്ള സമയത്ത് മകനോട് ഉപ്പ പറഞ്ഞു, ഉപ്പാന്റെ കുട്ടി ഉപ്പാന്റെ കയ്യിൽ മുറുക്കി പിടിച്ചോ. ആ സമയത്ത് മകൻ പറഞ്ഞു, ഞാൻ ഉപ്പാനെയല്ല, ഉപ്പ എന്നെ മുറുക്കി പിടിച്ചാൽ മതി. ഞാൻ നിന്നെ മുറുക്കി പിടിക്കുന്നതും നീ എന്നെ മുറുക്കി പിടിക്കുന്നതും എന്താണ് വ്യത്യാസമുണ്ട്. ഞാനൊരു പക്ഷേ ഉപ്പയുടെ കൈവിട്ടുകൊണ്ട് ചിന്നിച്ചിതറിയേക്കാം, പക്ഷെ ഉപ്പ മരിച്ചാലും എൻ്റെ കൈകൾ വിടില്ല എന്ന് ഉറപ്പുണ്ട്. അതാണ് ഉപ്പയെ കുറിച്ചുള്ള നമ്മുടെ ആശ്വാസം. അതുകൊണ്ടാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്, മക്കളെ, ചെറിയ മക്കളെ, യുവാക്കളെ, വാർദ്ധക്യത്തിലുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ മറക്കരുത്. നിങ്ങൾ നിർബന്ധമായും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നതാണ്. ഉപ്പയേക്കാൾ 3 പടി മഹാവ്യക്തിത്വമുള്ളയാളാണ് നമ്മുടെ ഉമ്മ എന്ന് പറയുന്നത്. ഒരു കുട്ടി കാണുന്ന ലോകത്തിലെ ആദ്യത്തെ വക്കീലാണ് ഉമ്മ. ചില വിഷയത്തിൽ കടുത്ത നിലപാടെടുക്കുന്ന ഉപ്പയുടെ ചില ചോദ്യങ്ങൾക്ക് ഉപ്പയുടെ ജഡ്ജിയുടെ കോടതിയുടെ മുമ്പിൽ മകനെ രക്ഷിക്കുന്ന, മകനെ വേണ്ടി വാദിക്കുന്ന ആദ്യത്തെ മകൾ കാണുന്ന വക്കീലാണ് അവന്റെ ഉമ്മ എന്ന് പറയുന്നത്. ചെറുപ്പത്തിൽ കളിക്കുന്ന സമയത്ത് ഓടിച്ചാടി നടക്കുമ്പോ, മൂന്തകുത്തി വീഴുമ്പോ, അപകടങ്ങൾ ഉണ്ടാകുമ്പോ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കണ്ണീരൊക്കെ തുടച്ച് മൂക്കൊക്കെ വൃത്തിയാക്കി മുറിയിൽ മരുന്ന് വെക്കുന്ന കുട്ടി കാണുന്ന ആദ്യത്തെ ഡോക്ടറാണ് ഉമ്മ. ഒറ്റക്ക് കളിപ്പാട്ടങ്ങൾ, ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത്, കേടുപറ്റുന്ന സമയത്ത് അതൊക്കെ നേരെയാക്കി അവന്റെ ചിരി പ്രതീക്ഷിക്കുന്ന എഞ്ചിനീയറാണ് അവന്റെ ഉമ്മ. സാധാരണ കുടുംബത്തിൽ നിന്നും വലിയ പഠനം നടത്തിയ ഒരു സാധാരണക്കാരൻ, പഠനം നടത്തി ഉന്നതമായ ജോലി കിട്ടി വലിയ സ്ഥാനത്തെത്തിയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തോട് ചോദിച്ചത്രേ, നിങ്ങളത്ര വലിയ പൈസക്കാരനൊന്നും അല്ലല്ലോ, അത്രയും വലിയ സൗകര്യമുള്ള വീട്ടിലത്തെ ആളുമല്ല, എങ്ങനെയാണ് ഇത്രയും വലിയ സ്ഥാനത്തെത്തിയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിത സമയത്ത്, എൻ്റെ പഠന സമയത്തൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഉമ്മ എല്ലാ പണിയും ഒഴിവാക്കി വീടിൻ്റെ മുറ്റത്ത് അവിടെ വന്ന് നിൽക്കും.
എന്നിട്ട് അവിടെ ആ തിണ്ടിൽ വന്നിരിക്കും. അപ്പൊ ഞാൻ എൻ്റെ ഉമ്മന്റെ മുമ്പിൽ ഇങ്ങനെ തലകുത്തി ഇരുന്നിട്ട് എൻ്റെ ഉമ്മയുടെ നെറ്റിയിൽ ഞാൻ ചുംബിക്കും. ആ സമയത്ത് എൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് പറയും, എൻ്റെ മുമ്പിൽ കുമ്പിട്ട നിന്റെ ഈ ശിരസ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഉയർന്നിരിക്കട്ടെ എന്ന് എൻ്റെ ഉമ്മ പ്രാർത്ഥിക്കും. എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എൻ്റെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ വിജയം ഉണ്ടാവണമെങ്കിൽ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചേ മതിയാകൂ. ഉമ്മയുടെ പൊരുത്തമില്ലാതെ, ഉപ്പയുടെ പൊരുത്തമില്ലാതെ, അവിടെ കരുതലില്ലാതെ, അവരുടെ ഇഷ്ടമില്ലാതെ ഈ ലോകത്ത് ഒരു മക്കൾക്കും ഒരു കാലത്തും ഒരു സംതൃപ്തിയും ലഭിക്കുകയില്ല എന്നതാണ് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു സംഭവമുണ്ട്. മൂസാ നബി ചോദിച്ചത്ര അള്ളാഹുവിനോട്, യാ റബ്ബി അരിനി മിൻ റഫീഖി ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനായിട്ട് ആരാണ് ഉണ്ടാവുക? അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, യാ മൂസാ അവ്വലു റജുലുൻ യമറു അലൈക ബിഹാദ തരീഖി ഫഹുവ റഫീഖുക ഫിൽ ജന്ന, ഇനി ഈ വഴിയിലൂടെ കടന്നു വരുന്ന ആദ്യത്തെ മനുഷ്യൻ ഉണ്ടാവും, അയാളാണ് നിനക്ക് സ്വർഗത്തിൽ കൂട്ടുകാരനാവുക. ജിജ്ഞാസയോടുകൂടി മൂസാ നബി അലൈഹിസ്സലാം അത് കാത്തിരുന്നു. കുറെ സമയം കഴിഞ്ഞപ്പോ ആ വഴിയിലൂടെ ഒരു വ്യക്തി നടന്നു വന്നു. അദ്ദേഹത്തെ തന്നെ ശ്രദ്ധിച്ചപ്പോ മൂസാ നബിക്ക് തോന്നിയത്രേ അത്ര യോഗ്യതയുള്ള ഒരാളായിട്ട് തോന്നിയില്ല. കാരണം ഒരു പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലെത്താൻ മാത്രം എന്ത് പ്രത്യേകതയാണ് ഇയാൾക്കുള്ളത്? മൂസാ നബി അയാളെ പിന്തുടർന്നു. അയാൾ അങ്ങനെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപാട് അടുക്കളയിലേക്ക് ചെന്ന് ഭക്ഷണം പാകം ചെയ്തു. കുറെ പഴയ ഡ്രസ്സുകൾ എടുത്ത് അലക്കി വൃത്തിയാക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ചൂടുള്ള ഭക്ഷണവും കൊണ്ട് തന്റെ വീട്ടിന്റെ റൂമിലേക്ക് കടന്നു. ആ റൂമിൽ വൃദ്ധയായ ഒരു സ്ത്രീയുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുത്തു, അവർക്ക് ഉമ്മ കൊടുത്തു, അവരെ ചേർത്ത് പിടിച്ചു, അവരെ കണ്ണീര് തുടച്ചു കൊടുത്തു. അങ്ങനെ എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇയാളോട് ചോദിച്ചത്രേ മൂസാ നബി, അതാരാണ്? അഭിമാനത്തോടെ അയാൾ പറഞ്ഞു, അതെന്റെ ഉമ്മയാണ്, എന്നെ പ്രസവിച്ചെന്റെ ഉമ്മയാണ്. വല്ലാത്ത സന്തോഷം തോന്നി. മൂസാ നബി ചോദിച്ചത്രേ അദ്ദേഹത്തോട്, ഉമ്മയെങ്ങൾ ഇങ്ങനെ ശുശ്രൂഷിക്കുമ്പോ, ഉമ്മയെങ്ങനെ സ്നേഹിക്കുമ്പോ, ഉമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോ നിങ്ങളോട് ഉമ്മ എന്താ പറയാറുള്ളത്? നിങ്ങളുടെ ഉമ്മ എന്താ പ്രാർത്ഥിക്കാറുള്ളത്? അപ്പൊ അയാൾ പറയുകയാണ്, എൻ്റെ ഉമ്മ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, അല്ലാഹുവേ എൻ്റെ മകനെ ഇമ്രാൻ കുടുംബത്തിലെ മൂസയോടൊപ്പം, മൂസ പ്രവാചകനോടൊപ്പം എൻ്റെ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണേ എന്ന് എല്ലാ ദിവസവും എൻ്റെ ഉമ്മ പ്രാർത്ഥിക്കും. അല്ല, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാണ്? അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അബ്ശിർ, നീ സന്തോഷിച്ചോ, നിന്റെ ഉമ്മയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. അന മൂസ ഇബ്നു ഇമ്രാൻ, ഞാനാണ് മൂസാ നബി, ഇമ്രാൻ കുടുംബത്തിലെ മൂസാ നബി ഞാനാണ് എന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലെത്താൻ ഒരു മനുഷ്യന് സാധിക്കണമെങ്കിൽ, ദുനിയാവിനെ തന്നെ സ്വർഗമാക്കാൻ സാധിക്കണമെങ്കിൽ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാതെ നിവൃത്തിയില്ല. അവർ നമുക്ക് അത്രയും കഷ്ടപ്പെട്ടവരാണ്. അവർ നമുക്ക് വെറും പാഠങ്ങളല്ല, ഗ്രന്ഥങ്ങൾ തന്നെയാണ്. അവരനുസരിക്കൂ എന്ന് പറയുന്നത്, അവരെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അനുസരിക്കുന്നത്, ഇപ്പൊ പോണ്ട, ഞാൻ കുറച്ചു നേരം കളിക്കട്ടെ എന്ന് പറയരുത്. കൂട്ടുകാർ കാത്തിരിക്കുന്നു പറയരുത്. പറഞ്ഞ സമയത്ത് വരാനും പറഞ്ഞതനുസരിക്കാനും മക്കൾക്ക് ബാധ്യതയുണ്ട്, വലിയ ബാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ അവധിക്കാലമാകുന്ന സമയത്ത് പലപ്പോഴും അപകടങ്ങൾ കൂടുതലാണ്. പ്രത്യേകിച്ചും ഉമ്മാന്റെ നാട്ടിലേക്ക് വിരുന്നു പോകുന്നത് ഡിസംബർ വെക്കേഷനിലൊക്കെയാണ്. അതേപോലെ തന്നെ ഏപ്രിൽ മെയ് കാലഘട്ടങ്ങളിലാണ്. ഞാൻ പല സമയത്തും കണക്കെടുക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ അപകട മരണങ്ങളും ഏറ്റവും കൂടുതൽ മുങ്ങി മരിക്കുന്നതും മഴക്കാലത്തല്ല, നല്ല മഴയുള്ളപ്പോഴല്ല, പിന്നെ എപ്പോഴാ? ഉമ്മാന്റെ വീട്ടിലേക്ക് വിരുന്നു പോയ കുട്ടി. എനിക്ക് തന്നെ 2-3 അനുഭവങ്ങളുണ്ട് അങ്ങനെ. ആ കുട്ടി വിരുന്ന് വന്നതാണ്. എൻ്റെ നാടിന്റെ അടുത്ത് തൊട്ടടുത്ത് മൈലാടി എന്നൊരു പ്രദേശമുണ്ട്. എല്ലാ വർഷവും 2-3 കുട്ടികൾ മരിക്കും. മരിക്കുന്ന കുട്ടികൾ ഭാഗ്യവാന്മാരാണ്, അവർ അല്ലാഹു തആല ഏറ്റെടുക്കും. പക്ഷെ അവര് വിരുന്ന് വന്നവരായിരിക്കും. വിരുന്ന് വന്ന വീട്ടിൽ ഉമ്മാന്റെ ഉമ്മയുണ്ടാകും, അല്പ സ്വാതന്ത്ര്യം കൂടുതലുണ്ടാകും. ഞാൻ പറയുന്നത് സ്വന്തം ഉമ്മയോട് ഉപ്പയോട് പെർമിഷൻ ചോദിക്കാതെ, അനുമതി ചോദിക്കാതെ, അവർ തൃപ്തിയില്ലാതെ ഒരു കാര്യവും, ചിലപ്പോൾ നമുക്ക് പറ്റിയ നിർദ്ദേശമായിരിക്കില്ല അവർ പറയുന്നത്. ബിസിനസ് ആവട്ടെ, കച്ചവടമാവട്ടെ, മറ്റേതെങ്കിലും സംവിധാനമാവട്ടെ, മാതാപിതാക്കളെ നമ്മൾ പരിഗണിക്കണം. അവരോട് ചോദിക്കണം. അള്ളാഹുവിനോടുള്ള കടമയെ കുറിച്ച് പറഞ്ഞതിന്റെ തൊട്ടുടനെന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണമെന്നതാണ്. എനിക്ക് നന്ദി ചെയ്യണം നിന്റെ മാതാപിതാക്കളോടും. നബിന്റെ അടുക്ക് വന്ന ഒരാൾ ചോദിച്ചില്ലേ, അള്ളാഹുവിന്റെ പ്രവാചകരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അഹഖു ബിഹുസ്നി സ്വഹാബത്തി, ഞാൻ ഏറ്റവും നന്നായി സഹവസിക്കേണ്ടത് ആരോടാണ്? നബി പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്.
അദ്ദേഹം വീണ്ടും ചോദിച്ചു, പിന്നെ ആരോടാണ്? ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. അദ്ദേഹം പിന്നെ ചോദിച്ചു, പിന്നെ ആരോടാണ്? ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. അയാൾക്കത് വലിയ കൗതുകമായി. പിന്നെ ആരോടാണ്? സുമ്മ അബൂക്ക, പിന്നെ നിന്റെ ഉപ്പയോടാണ്. മാതാപിതാക്കളോടുള്ള കടമയും കടപ്പാടും നമ്മുടെ മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പാടില്ല. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ചില കാര്യങ്ങൾ, യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന ഒരാളോട് നബി പറഞ്ഞത്, നീ യുദ്ധത്തിന് വരണ്ടെന്നാണ്. നീ നിന്റെ വീട്ടിലുള്ള മാതാപിതാക്കളെ ശ്രദ്ധിക്കുക. ജിഹാദിനേക്കാൾ, ഹിജ്റയേക്കാൾ മാതാപിതാക്കളെ പരിഗണിക്കുന്നതിന്, അവരോട് സ്നേഹത്തോടെ പെരുമാറുന്നതിന്, അവർക്ക് കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കുന്നതിന്, മാത്രമല്ല അവരെ ഉപദ്രവിക്കുക എന്നത് വൻ പാപങ്ങളിൽ അലാ ഉനബ്ബിഉകും ബിഅക്ബറിൽ കബാഇരി അശ്ശിർകു ബില്ലാഹ് വഉഖൂഖുൽ വാലിദൈൻ. വൻ പാപങ്ങളിൽ ഒന്ന് ശിർക്ക്, രണ്ട് മാതാപിതാക്കളെ വേദനിപ്പിക്കുക, പ്രയാസപ്പെടുത്തുക എന്നതാണ്. 3 പ്രാർത്ഥന അല്ലാഹു തള്ളൂല. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ ലാ ശക്ക ഫീഹിന്ന, ഒരു സംശയമല്ല. 1 ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. 2 വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. 3 വദഅവത്തുൽ വാലിദി അലാ വലദിഹി, മക്കൾക്കെതിരെ മാതാപിതാക്കൾ നടത്തുന്ന പ്രാർത്ഥന. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അവരെ വെറുപ്പിച്ച് കഴിഞ്ഞ ദിവസം 4 കുട്ടികൾ മരണപ്പെടുകയുണ്ടായി. നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മാതാപിതാക്കളോട് വളരെ സങ്കീർണമായി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. അത് വൈകുന്നേരം ചെന്നിട്ട് പൊരുത്തപ്പെടിക്ക എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷെ ചിലപ്പോൾ നമുക്ക് അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല, അവസരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ വീട്ടിലുണ്ട് ഫിദ, നമ്മുടെ വീട്ടിലുണ്ട് റിദ, നമ്മുടെ വീട്ടിലുണ്ട് റിഷാന, നമ്മുടെ കുട്ടികളുണ്ട്. പലപ്പോഴും പല കുട്ടികളുമായി കൗൺസിലിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് വലിയ പരാതിയാണ്. ഉമ്മയോടും ഉപ്പയോടും മോശമായിട്ട് പെരുമാറി, ഉമ്മയോട് ചീത്ത പറഞ്ഞു, ഉപ്പയെ ചീത്ത പറഞ്ഞു. ഈ അർത്ഥത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ നടത്തുന്ന യാത്രയോ, നമ്മുടെ സ്കൂളോ, നമ്മുടെ ബിസിനസ്സോ, നമ്മുടെ കച്ചവടമോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഉമ്മയോടുള്ള അതൃപ്തി രേഖപ്പെടുത്തിയാണ് പോകുന്നതെങ്കിൽ, ആ യാത്രയിലാണ് നമ്മുടെ മരണമെങ്കിൽ, ഉമ്മ പിന്നീട് ചിലപ്പോൾ അത് പൊരുത്തപ്പെട്ടു എന്നൊക്കെ വരാം. പക്ഷേ നമുക്ക് അള്ളാഹുവിന്റെ സന്നിധിയിൽ വലിയ പരീക്ഷണങ്ങൾ അതിജീവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഉമ്മയെ അനുസരിക്കുന്ന, ഉമ്മയെ സ്നേഹിക്കുന്ന, ഉമ്മയെ ഇഷ്ടപ്പെടുന്ന നല്ല മക്കളായി മാറാനുള്ള കാലഘട്ടത്തിന്റെ ആവശ്യം നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. അവര് നമ്മൾ വെറുക്കൊന്നുമില്ല. എനിക്ക് തന്നെ ഒരു അനുഭവം ഉള്ളത്, എൻ്റെ ഒരു നേരിട്ടുള്ളൊരു അനുഭവം. കൗൺസിലിംഗ് ക്ലാസ്സിൽ പങ്കെടുത്ത് മകന് മൊബൈൽ ഫോൺ കൊടുക്കരുത് എന്ന രീതിയിലുള്ള ക്ലാസ് എടുക്കുകയുണ്ടായി. അപ്പൊ ഉമ്മ പാവം, ഏക മകനാണ്, എങ്ങനെ ഫോണ് കൊടുക്കും? അപ്പൊ സ്ഥിരമായി രാത്രിയൊക്കെ ഫോണിൽ 10, 11, 12 മണി വരെയൊക്കെ ഫോൺ ഉപയോഗിച്ച് ഉമ്മ പറഞ്ഞു, ഇനി ഉമ്മാന്റെ കുട്ടിക്ക് ഫോൺ തരൂല, ഫോൺ ഉപയോഗിക്കുന്നത് വലിയ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട് എല്ലാവരും. ഞാൻ ഇന്നൊരു ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു. ഫോൺ കൊടുത്തില്ല. ഫോൺ കൊടുക്കാത്തതിന്റെ പേരിൽ വലിയ പ്രശ്നമായി. കാരണം മകന് ഫോണില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിലെ ഗെയിംസുകളും അവന്റെ ചാറ്റിങ്ങും എല്ലാം ഫോൺ നിർബന്ധമാണ്. ഏക മകനാണ്, വാപ്പല്ലാത്ത കുട്ടിയാണ്. അവസാനം ഫോണ് വാങ്ങി വെച്ചു. ഫോൺ ഉമ്മാന്റെ കുട്ടിക്ക് തരൂല. കുറെ ചോദിച്ചിട്ടും കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോ, കുറെ ചോദിച്ചിട്ടും തരില്ല എന്ന് കണ്ട മകൻ വളരെ വൈകാരികമായി കോണിപ്പടി ഇറങ്ങി താഴത്തിറങ്ങുന്ന സമയത്ത് ഉമ്മാന്റെ കയ്യിലുള്ള ഫോണ് മകൻ ഉമ്മയെ ഒരു ചവിട്ടങ്ങോട്ട് ചവിട്ടിട്ട് തള്ളിട്ടു. എന്നിട്ട് ആ ഫോൺ എടുത്തിട്ട് അവൻ അവിടുന്ന് ഓടി, എങ്ങോട്ടോ ഓടിപ്പോയി. അയൽപക്കത്തെ ആയിഷാത്ത വന്നിട്ട് വിളിച്ച്, നബീഷോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചെന്താ വിളിവോ, അതിലൊക്കെ തുറന്നിച്ച് ഇങ്ങനെ നടക്കണേ എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ ഒരു ഞരങ്ങലും മൂളലും കേൾക്കുന്നുണ്ട്. അപ്പൊ കോണിന്റെ ഭാഗത്ത് ഇല്ലുമ്പോൾ അവിടെ തല പൊട്ടി ചോരയൊലിച്ച്
ബോധരഹിതയായി കിടക്കുന്നുണ്ട്. നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി എല്ലാവരും കൂടി കുടിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവരവിടുന്ന് ശുശ്രൂഷയൊക്കെ കിട്ടി. നല്ല പൊട്ടും കാര്യങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കഴിഞ്ഞ് അടുത്തുള്ള താത്താനോട് ചോദിച്ചവരോടൊക്കെ പറഞ്ഞു കോണിപ്പടിയുമെന്ന് വീണതാണ്, ശ്രദ്ധിക്കണ്ട നിങ്ങൾ ഈ പ്രായത്തിൽ എന്താ നിങ്ങൾ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. കുടുംബത്തിൽ അടുത്തൊരാൾ വന്നപ്പോൾ പറയത്രേ, ആരോടും പറയില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനെങ്ങനെയാ കോണിപ്പടിയെന്ന് വീണെന്ന് എനിക്കറിയാം. ഇല്ല, എൻ്റെ മാണിക്കക്കല്ലായ മകല്ലേ, എൻ്റെ പൊന്നാര മോന് ഫോൺ കൊടുക്കാഞ്ഞിട്ട് ഓൻ ചവിട്ടിയത് അടിയിച്ച് ആരോടും പറയരുത് കേട്ടോ. നാട്ടുകാർ പറയില്ലേ തള്ളനെ ചവിട്ടിയ മകനാണ് നിന്റെ കുട്ടിനെ പറ്റി. അപ്പൊ ഈ താത്ത പറഞ്ഞു, പടച്ചോനെ എങ്ങനെയൊക്കെ കുട്ടികളുണ്ടാവോ, സ്വന്തം മാന അങ്ങനെയൊക്കെ പറയാ, സ്വന്തം മാന കാലുകൊണ്ട് ചവിട്ടുക. എന്നിട്ട് ഓനെവിടെ? ഓൻ ഫോണും കിട്ടി, ഓൻ്റെ വഴിക്ക് പോയി. എന്നാ ഞാൻ പറയണത്, ഇനി നിങ്ങൾ ഓനെ മകനായി സ്വീകരിച്ചണ്ട. ഇങ്ങനെ ഉണ്ടാവും ഒരു മക്കള്? വേണ്ട, എനിക്ക് ഇന്നോനെ വേണ്ട. പക്ഷെ ഈ താത്ത ആരോടും പറയരുത് പറഞ്ഞത് എല്ലാരോടും പറഞ്ഞു. നിങ്ങൾ ആരോടും പറയരുതിട്ടോ, ആ അമ്മാനെ മകൻ ചവിട്ടിയതാത്രേ. പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞ് രോഗമൊക്കെ മാറി വന്നവരൊക്കെ പറഞ്ഞു, പിന്നെ ആ മകന്റെ കാര്യം എന്തൊരു മോനാണ്, അവന് ഫോണാണ് ഏറ്റവും വലുത്, ഞാനൊന്നുമല്ല. എല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നല്ല മാറ്റം ഉണ്ടായി. നല്ല തൗഫീഖോട് കൂടി രക്ഷപ്പെട്ടപ്പോൾ ഇങ്ങനെ കരയനുണ്ട് ഉമ്മ, തേങ്ങി കരയാൻ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്തിനാ കരയണ്? സാധാരണ ഇങ്ങനെ വീണ ആൾക്കാർക്ക് ഇത്ര പെട്ടെന്നൊന്നും മാറില്ല, നിങ്ങൾക്ക് വലിയ കാരുണ്യുണ്ട്, കരയൊന്നും വേണ്ട, സന്തോഷമുണ്ട്. പിന്നെ തേങ്ങി കരയാണ്. അപ്പൊ ചോദിച്ചത്ര, എന്താണ് നിങ്ങൾ ഇങ്ങനെ കരയണ്? അപ്പൊ അമ്മ പറയും, എനിക്ക് എൻ്റെ മോനെന്ന് കാണണം. ചവിട്ടി തള്ളിട്ട താത്തയായിട്ട് പോലും മകനായിട്ട് പോലും അവനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന, എല്ലാ സമയത്തും മക്കൾക്ക് വേണ്ടി ആലോചിച്ച് ചിന്തിച്ച് ജീവിക്കുന്ന മാതാപിതാക്കൾ. വല്ലാത്ത ആലോചന നമുക്ക് നമ്മളെ ഉമ്മാനെ പറ്റി ഉമ്മാനെ പറ്റി ഉണ്ടാവണം. ജീവിക്കുന്ന കാലത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനും ചേർത്ത് പിടിക്കാനും കവളത്ത് മുത്തം കൊടുക്കാനും ചെയ്യാൻ. ഇപ്പൊ ചപ്പിച്ച് ചുക്കിച്ചുളിഞ്ഞ മൂന്തേരിക്കും, സൗന്ദര്യമൊന്നും ഉണ്ടാവില്ല, വൃത്തിയൊന്നും ഉണ്ടാവില്ല. അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം, അവരുടെ പൊരുത്തം നേടാൻ നമുക്ക് സാധിക്കണം. അഥവി കുട്ടിയുടെ പാൽപ്പായസം എല്ലാ ദിവസവും എല്ലാവരും എണീക്കണതിന് മുമ്പ് എണീക്കും, എല്ലാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും വിളിച്ചുണർത്തും, എല്ലാവരും വാപ്പാനെ അച്ഛനെ ജോലിക്ക് പറഞ്ഞേക്കും, മക്കളെ മുഴുവൻ സ്കൂളിലേക്ക് പറഞ്ഞേക്കും. എന്നിട്ട് മുറ്റടിച്ചവര് വീട് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അത് ഓർമ്മ ഉണ്ടെങ്കിൽ കഴിക്കും. വൈകുന്നേരം വരേക്ക് വീണ്ടും കുട്ടികളെ അങ്ങനെ പണിയൊക്കെ എടുക്കുന്നതിനിടയിൽ ചൂല് കൊണ്ട് അടിച്ചു വരുന്ന സമയത്ത് ചൂലടക്കം വീണിട്ട് മരണപ്പെട്ടു. വിവരങ്ങൾ അറിഞ്ഞ് ആദ്യം ഭർത്താവ് വന്ന് സ്കൂളിൽ പോയി കുട്ടികളൊക്കെ വിളിച്ചു, ഉമ്മാക്കെന്തോ പറ്റിയെന്ന് പറഞ്ഞ് എല്ലാവരും വന്ന് മരണപ്പെട്ട ഉമ്മയെ കണ്ട് എല്ലാവരും പൊട്ടിക്കരഞ്ഞു. നാട്ടുകാരെല്ലാം ഒക്കെ ശുശ്രൂഷിച്ചും ആശ്വസിപ്പിച്ചൊക്കെ തിരിച്ചുപോയി. എല്ലാം കഴിഞ്ഞ് കബറടക്കം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഈ പിഞ്ചു കുട്ടികൾ ഉപ്പയുടെ കുപ്പായം പിടിച്ച് വലിച്ചിട്ട്, ഉപ്പ വിശക്കുന്നു, അച്ഛാ ഞങ്ങൾക്ക് വിശക്കുന്നു. അന്ന് വരെ വാപ്പ വർത്തമാനം കേട്ടിട്ടില്ല, അതുവരെ അന്ന് കേട്ടതും അത് പരിഹരിച്ചതൊക്കെ ഉമ്മയാണ്. മക്കളെ വിശക്കുന്നതിന് എന്താ ഉണ്ടാവുമെന്ന് പോയി നോക്കട്ടെ, നമുക്കെല്ലാം ഉണ്ടാക്കി തന്നതിന് ഉമ്മയല്ലേ മരണപ്പെട്ടത്, അടുക്കളയിൽ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ ചോറും സാമ്പാറും അവിയലും ഉപ്പേരിയും അടക്കമുള്ള മുഴുവൻ ഭക്ഷണങ്ങളും അവിടെ റെഡിയാക്കി വെച്ച് തൊട്ടടുത്ത ഒരു കലത്തിൽ പാൽപ്പായസവും കൂടി സംവിധാനിച്ചിട്ടാണ് ആ ലോകത്തോട് അമ്മ ഇവിടെ പറയുന്നത്. കുട്ടികൾക്ക് വേണ്ടി പാത്രമൊക്കെ കഴുകി നിലത്തിരുത്തി വട്ടത്തിലിരുത്തി ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ചെറിയ കുട്ടി പറയണ, എന്ത് രസാലേ നമ്മളെ അമ്മന്റെ ഫുഡ്. അപ്പൊ മൂത്ത കുട്ടി പറയണ, എന്ത് രസാലേ ഉമ്മ ഉണ്ടാക്കണ പായസം. ജീവിതകാലത്ത് ഒരൊറ്റ തവണ പോലും നല്ല രസമുണ്ടെന്ന് പറയാൻ ഉപ്പാക്കും പറ്റിയിട്ടില്ല, മക്കൾക്കും പറ്റിയിട്ടില്ല. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ അങ്ങനെ തന്നെയാണ് വിളിക്കും, ഞാനടക്കമുള്ള മക്കളെ, അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടണമെങ്കിൽ, സ്വർഗം കിട്ടണമെങ്കിൽ, ദുന്യാവിൽ വിജയിക്കണമെങ്കിൽ ഉമ്മാന്റെ ഉപ്പാന്റെ പൊരുത്തം കിട്ടണം. എല്ലാ ദിവസവും രാത്രി കടന്നുറങ്ങുമ്പോൾ എല്ലാം പ്രാർത്ഥിക്കുന്നതിനൊപ്പം റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളായി മാറണം. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا الله
اللهم صل على محمد وعلى ال محمد انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുത്തഖിയായി ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോടും ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനമായിരുന്നു. അറബി ഭാഷക്ക് വലിയ പ്രാധാന്യമുണ്ട്. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങളുടെ കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന ഭാഷ. ഒരുപാട് ഭാഷകൾ നമുക്കറിയാം. അതിലേറ്റവും പ്രാധാന്യമുള്ള, അതിൽ നമ്മൾ കാര്യഗൗരവത്തോടെ പരിഗണിക്കേണ്ടുന്നൊരു ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. ഞാൻ പറയാം, ഈ കാലത്ത് ഒരു മുസ്ലിം നിർബന്ധമായും സ്വായത്തമാക്കേണ്ട ഭാഷയാണ് അറബി ഭാഷ. അറബിയിൽ സംസാരിക്കാൻ പഠിക്കണമെന്നൊന്നുമില്ല, പക്ഷേ അറബി ഭാഷ അറിയണം. കാരണം വിശുദ്ധ ഖുർആൻ അറിയാതെ നമുക്ക് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. ഞാൻ മുഹമ്മദ് റസൂലുള്ള അറബി ഭാഷയെക്കുറിച്ച് പറഞ്ഞ ചെറിയൊരു സംഭവം, ഉഹിബ്ബു അൽ-ലുഗത്തുൽ അറബിയ്യ ലി സലാസിൻ, 3 കാര്യം കൊണ്ട് ഞാൻ അറബി ഇഷ്ടപ്പെടുന്നു. ഒന്ന് ലി അന്നി അറബിയുൻ, ഞാനൊരു അറബിയാണ്. ഇപ്പം നമ്മൾ അറബി ഭാഷ ഇഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ സംഗതി വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂല് അറബിയാണ്. വൽ ഖുർആനു അറബിയുൻ, രണ്ടാമത്തത് വിശുദ്ധ ഖുർആനും അറബി ഭാഷയിലാണ്. വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു കാര്യം, വ കലാമു അഹ്ലുൽ ജന്നത്തി അറബിയുൻ, നാളെ സ്വർഗത്തിൽ എത്തുന്ന ആളുകൾ ഏത് ഭാഷക്കാരും അവിടെ അറബി സംസാരിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. അപ്പോൾ അറബി ഭാഷ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് കൂട്ടത്തിൽ ഒരു പ്രസക്തമായ കാര്യം എന്ന നിലയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സ്കൂളിലൊക്കെ അറബി എടുക്കുന്നവരുണ്ട്, മദ്രസയിൽ നിന്ന് അറബി പഠിക്കുന്നവരുണ്ട്. അറബിയിൽ നന്നായിട്ട് വായിക്കാൻ കിട്ടുന്നുണ്ടോ, കുട്ടിക്ക് മഹ്റജൊക്കെ ഉണ്ടോ, നന്നായിട്ട് പറയാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇംഗ്ലീഷൊക്കെ നോക്കണ പോലെ തന്നെ കുറച്ചൊക്കെ ചെറിയ രീതിയിലൊക്കെ മന്നൻത അന ഇസ്മി എന്നൊക്കെ പറയാൻ നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം. നമ്മുടെ മദ്രസകളും നമ്മുടെ സംവിധാനങ്ങളും ഒക്കെ അറബി ഭാഷയിൽ കുട്ടികളെ പ്രാവീണ്യമുള്ളവരാക്കി മാറ്റുക എന്നത് ഒരു ജിഹാദിന്റെ ഭാഗമാണെന്നാണ് ഞാൻ പറയുന്നത്. ആ അർത്ഥത്തിൽ അത് പരിഗണിക്കേണ്ടതുണ്ട്. ഒപ്പം തുടക്കത്തിൽ ഞാൻ പറഞ്ഞ മാതാപിതാക്കളുള്ള കടപ്പാടെ കുറിച്ച് കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ കുറേ ഒഴിവാക്കിയിരിക്കുകയാണ്. ഒരു ഖുതുബിൽ ഒതുക്കണമല്ലോ ഇതൊക്കെ. അതുകൊണ്ടാണ് പല കാര്യങ്ങൾ കൂടി ആറ്റിക്കുറുക്കി പറഞ്ഞിട്ടുള്ളത്. ഉമ്മ ഉപ്പ എന്നത് നമ്മുടെ ജീവന്റെ ജീവനാണ്. അവരുമായി പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് ജീവിക്കാതിരിക്കുന്നല്ലേ. കാരണം അയാളെ കാര്യം എടുക്കാനില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അവരുമായി ചിലപ്പോൾ പക്ഷേ മോശം സ്വഭാവത്തിൻ്റെ ഉമ്മയാവാം, വളരെ മോശപ്പെട്ട പെരുമാറ്റം, അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. കാരണം നമുക്ക് ഇവിടെ വിജയിക്കണം, പരലോകത്ത് വിജയിക്കണം, നാളെ റബ്ബിൻ്റെ കോടതി നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ മാതാപിതാക്കൾ ഇഷ്ടമുണ്ടാവണം, അവർ നമ്മുടെ തണലാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാവണം. അള്ളാഹു ആ അർത്ഥത്തിൽ ജീവിക്കുന്ന മുത്തഖീൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. 1-2 കാര്യങ്ങൾ. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ പള്ളിയുമായി അടുത്ത ബന്ധമുള്ള ലത്തീഫ് സാഹിബിൻ്റെ ഉമ്മ മരണപ്പെടുകയുണ്ടായി. ഉമ്മ മരണപ്പെടുമ്പോഴാണ് ശരിക്കും മക്കൾ അനാഥരാകുന്നത്. ഉപ്പ മരണപ്പെട്ടാൽ അനാഥനെങ്കിലും ഉമ്മ മരണപ്പെടും. എത്ര വയ്യെങ്കിലും ആ വീടിൻ്റെ മുക്കിൽ എവിടെയെങ്കിലും ഉമ്മയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഉമ്മ എന്ന് വിളിച്ച് ചെല്ലാനുള്ള ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അള്ളാഹു ലത്തീഫ് സാഹിബിൻ്റെ ഉമ്മാക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ അർത്ഥത്തിൽ നമ്മുടെയൊക്കെ വീട്ടിൽ മരണപ്പെട്ട ഉമ്മമാരുണ്ട്. അതേപോലെ തന്നെ നമ്മളൊക്കെ വീടുകളിൽ രോഗികളായി കിടക്കുന്ന ഉമ്മമാരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 2-3 രോഗവിവരങ്ങളൊന്ന് നമ്മൾ അസനാട്ട് മാഷിൻ്റെ ഉമ്മ ആരോഗ്യ പ്രശ്നവും പ്രയാസവുമാണ് എന്നറിയിച്ചു. അതേപോലെ തന്നെ ഇനാത്തുള്ള ഹമീദ് എന്ന് ഒരു സഹോദരൻ, ജോലി സംബന്ധമായി അദ്ദേഹം മാരകമായ രോഗം ബാധിച്ച് ചികിത്സയിലാണ്, ക്യാൻസർ ബാധിച്ച് പ്രയാസത്തിലാണ്. അതേപോലെ തന്നെ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തകൻ്റെ പേരക്കുട്ടി ഓസ്ട്രേലിയയിലാണ്, ICUയിലാണ്, വളരെ പ്രയാസമുള്ള അവസ്ഥയിലാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ എല്ലാവർക്കും, എല്ലാ രോഗികൾക്കും അവരുടെ പേരും വിവരവും അവസ്ഥയും ഒക്കെ ഏറ്റവും നന്നറിയുന്ന റബ്ബാണ്. റബ്ബ് വിചാരിച്ചാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. അള്ളാഹു അവർക്കെല്ലാവർക്കും ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങളൊക്കെ പരിഹരിച്ച് സന്തോഷത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം അള്ളാഹു രോഗികൾക്കൊക്കെ പ്രത്യേകം നൽകുമാറാവട്ടെ. ജീവിതം അനുഗ്രഹമാകുന്നിടത്തോളം കാലം, ജീവിതം ഹൈറാവുന്നിടത്തോളം കാലം സന്തോഷത്തിലും അഭിമാനത്തിലും ജീവിക്കാനുള്ള ഭാഗ്യം അവർക്കും നമുക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണമാണ് ഹൈറെങ്കിൽ ഈമാൻ സലാമത്തായി മരണപ്പെടുന്നവരിൽ, അങ്ങനെ അള്ളാഹുവിലേക്ക് യാത്ര പോകുന്നവരിൽ അവരെയും നമ്മയും അള്ളാഹു പ്രത്യേകം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും കുറവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. മാതാപിതാക്കളുടെ തൃപ്തി നേടുന്ന നല്ല മക്കളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മാതാപിതാക്കളുടെ ശാപം നേടി നാളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ദൗർഭാഗ്യവാൻ
ഭർത്താക്കന്മാരിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉമ്മയും ഉപ്പയും നമ്മളും മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ അടങ്ങുന്ന സന്തോഷകരമായ തണൽ നൽകുന്ന കുടുംബജീവിതം നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാത്തിനും ഉപരി അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്കുള്ള യാത്രയിൽ എപ്പോൾ വേണമെങ്കിലും മരണപ്പെടാവുന്ന ഒരുപാട് സങ്കീർണമായ സാഹചര്യങ്ങൾ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ 12 വയസ്സുള്ള കുട്ടിക്ക് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു എന്നറിഞ്ഞു. വല്ലാത്ത സങ്കടം തോന്നി. അതേപോലെ തന്നെ വേറെ ഒരു പനി ബാധിച്ച് വളരെ ആക്റ്റീവായ പല കാര്യങ്ങളും ചെയ്യുന്ന കുട്ടികൾ. ഇപ്പോൾ മരണങ്ങൾ കൂടുതൽ കുട്ടികളെ ബാധിക്കുന്ന, അതൊക്കെ നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കൂട്ടുകുടുംബങ്ങളെയും നീ പ്രത്യേകം ഞങ്ങൾക്ക് രക്ഷ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ആശങ്കയില്ലാതെ ഉച്ചരിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിൽ ഹാജാത്ത് طيب ثراهم وجل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. أقم الصلاة.